നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം 1202 മലയാള പുതുവർഷത്തെ സമ്പൂർണ്ണ രാശിക്കൂർ ഫലമാണ് ഞാൻ പറയുന്നത്. അത് കർക്കിടകക്കൂറിന്റെ കാര്യമാണ് പറയുന്നത്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? പുണർദം, കാല്, പൂയം, ആയില്യം. ഈ നക്ഷത്രങ്ങൾ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. ഇവർക്ക് വേഴൻ ജന്മരാശിയിലും 2ലും, ശനി 9, 10 ഭാവങ്ങളിലും, രാഹു 7, 8 ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന കാലമാകയാൽ ഉദാരമനസ്കതയിലൂടെ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ ഇടവരുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. സാമൂഹ്യപരമായ കാര്യങ്ങളിൽ, അതോടൊപ്പം തന്നെ സാംസ്കാരികമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും അവിടെ വിജയങ്ങൾ ഉണ്ടാക്കാനും ഇവർക്ക് കഴിയുന്നതാണ്. ഇവരെ സംബന്ധിച്ച് ശാസ്ത്ര വിഷയങ്ങളിൽ താല്പര്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വിമർശനങ്ങൾ കേൾക്കാനും സാധ്യത ഈ വർഷം ഉണ്ടാവുന്നതാണ്. അപ്പൊ വിമർശനാത്മകമായ കാര്യങ്ങൾ ഇവർക്ക് കൈകാര്യം ചെയ്യാൻ ഈ വർഷം ഇടവരും. ദൂരയാത്രകൾ ഇവരെ സംബന്ധിച്ച് അത്ര അനുകൂലമല്ലാത്ത ഒരു സമയമാണ് ഈ വർഷം. ശാരീരികമായ ക്ഷതങ്ങൾ ഏൽക്കാൻ ഇടവരും. ഇവരെ സംബന്ധിച്ച് ഈ വർഷം സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സർക്കാർ കാര്യങ്ങളിൽ വിജയവും, കേസുകളിൽ അനുകൂലമായ വിജയമുണ്ടാകാനും ധനവർധനയുണ്ടാകാനും സാധ്യതയുണ്ട്. ചിലരുടെ പരിഹാസം കേൾക്കാനും അതുവഴി ചില മനക്ലേശത്തിനും ഇവർക്ക് അവസരം വരുന്നതാണ്. ധാരാളം യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ ഈ വർഷം വരും. പ്രതീക്ഷകൾ പലതും ഇവർക്ക് നടക്കില്ല. ഇവരുദ്ദേശിച്ച പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നടക്കാൻ സാധ്യത കുറവുണ്ട്. ശരീരത്തിൽ ഉഷ്ണം വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ ചില കലഹങ്ങൾക്കിട വരികയും ചെയ്യും. വീട് മോടി പിടിപ്പിക്കാനും ബന്ധുജന സഹായം ഉണ്ടാകാനും ഈ വർഷം ഇവർക്ക് അവസരം ഉണ്ടാകുന്നതാണ്. ജോലിയിൽ വളർച്ചയുണ്ടാവും, ജോലിയിൽ ഉയർച്ചയുണ്ടാവും. ഷെയർ മാർക്കറ്റുകളിൽ താല്പര്യം വർദ്ധിക്കാനും അതുവഴി ഐശ്വര്യം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അകാരണമായ ചിന്തകൾ മനസ്സിനെ പലപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. സന്താന കലഹത്തിന് സാധ്യതയുണ്ട്. അതും ഇവരെ സംബന്ധിച്ച് ഈ വർഷം ഉണ്ടാകുന്നതാണ്. രോഗശമനം, നിത്യമായിട്ട് രോഗം ഉള്ളവരാണെങ്കിൽ അതിന് രോഗശമനം ഉണ്ടാവുകയും ശത്രുനാശം ഉണ്ടാവുകയും വീട്ടിൽ ചില അസ്വസ്ഥതകൾ വന്നുപെടാനും സാധ്യതയുണ്ട്. രോഗശമനം, ശത്രുനാശം, ചില അസ്വസ്ഥതകൾ, ഇതോടൊപ്പം തന്നെ വാഗ്ദോഷങ്ങൾ ഉണ്ടാകും. അതായത് പറയുന്ന കാര്യങ്ങളിൽ ഇവർക്ക് ശത്രുത ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാഗ്ദോഷം മൂലം. ജീവിത പങ്കാളിയുടെ സാന്ത്വനം കിട്ടും. എന്നാൽ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഭാര്യയുടെയോ അല്ലെങ്കിൽ മറ്റു പങ്കാളികളുടെയോ ഒക്കെ ഒരു സാന്ത്വന വാക്കുകൾ കിട്ടാൻ ഇടവരും. ഇവരെ സംബന്ധിച്ച് വാക്കുകളിൽ മിതത്വം പാലിക്കാൻ ഇവർ ശ്രദ്ധിക്കണം. പ്രണയകാര്യങ്ങളിൽ സാഫല്യം ഉണ്ടാകാനായിട്ടുണ്ട് സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് നല്ല വർഷമാണ്. ബിസിനസ് പരമായി നേട്ടങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഷെയർ മാർക്കറ്റുകളിൽ വിജയമുണ്ടാക്കാനും ഇവർക്ക് സാധിക്കും. മേലാധികാരികൾ വഴി നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സഹപ്രവർത്തകരിൽ നിന്നും അതോടൊപ്പം തന്നെ പങ്കാളികളിൽ നിന്നും നേട്ടങ്ങൾ കൈവരിക്കുകയും എന്നാൽ അശ്രദ്ധ നഷ്ടപ്പെട്ടാൽ ചില കോട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. മനോവിഷമം ഉണ്ടാകുന്ന കാര്യങ്ങൾ വന്നു ചേരുന്നതാണ്. അതോടൊപ്പം ഭാര്യയുടെ സഹായം കുറയുകയും ചെയ്യും. ചില സമയങ്ങളിൽ ഭാര്യയുടെ സഹായം നമ്മ
പ്രതീക്ഷിക്കുന്ന സമയത്ത് ഭാര്യയുടെ സഹായം കിട്ടാണ്ട് വരുന്ന അവസരങ്ങളും ഉണ്ടാകും. ധനാഗമ മാർഗങ്ങൾ പലതും ഈ വർഷം ഇവരുടെ മുമ്പിൽ തുറന്നു വരുന്നതാണ്. നല്ല പ്രവൃത്തി ഗുണം കിട്ടുന്ന സമയം, ധനം വർദ്ധിക്കുന്ന സമയം, ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. ബന്ധുക്കളുമായി വിജയിപ്പുണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ അതോടൊപ്പം തന്നെ മനോവിഷമങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വരുമാനം വർദ്ധിക്കും. പ്രവർത്തന രംഗങ്ങൾ വികസിപ്പിക്കാനും അതോടൊപ്പം തന്നെ സമ്മാനങ്ങൾ കിട്ടാനും അവസരം വരും. അധികാരികളുമായി ചിലപ്പോൾ കലഹിക്കേണ്ടതായിട്ടും വരും ഈ വർഷം. കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്ന അവസരങ്ങൾ വരും. ധനനേട്ടങ്ങൾ ഉണ്ടാകുകയും ശത്രുദോഷം ഇല്ലാതാകുകയും ചെയ്യുന്ന അവസരങ്ങളും ഉണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ വിശ്വാസം വർദ്ധിക്കും. എന്നാൽ ചതിയിൽ പെടാതെ സൂക്ഷിക്കുകയും ചെയ്യണം. ബന്ധുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും നല്ല അഭിപ്രായം ഇവരെ സംബന്ധിച്ച് കിട്ടാൻ ഈ അവസരത്തിൽ അതിനുള്ള അനുകൂലമല്ല സമയം. ഈ അവസരത്തിൽ ഇവർക്ക് ബന്ധുക്കളിൽ നിന്ന് അല്ലെങ്കിൽ സഹോദരങ്ങളിൽ നിന്നുമൊക്കെ ഒരു നല്ല അഭിപ്രായം കിട്ടാൻ ഇടയില്ല ഈ വർഷം. ഇപ്പൊ പൊതുവെ ഈ വർഷം ഇവർക്കും ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഈ പുതുവർഷം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് ഇവർക്കുണ്ടാകാൻ പോകുന്നത്. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയത്തെപ്പറ്റി നിങ്ങളുടെ കമന്റുകൾ എഴുതണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.